വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന അക്യുഷ സംഘടനയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സംഘടനയുടെ ആസ്ഥാനം മലപ്പുറത്തെന്ന വിവരം. ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണ് അക്യുഷ കൂട്ടായ്മയിലുള്ളത്. വീട്ടിലെ പ്രസവം അമ്മയോടും കുഞ്ഞിനോടും ചെയ്യുന്ന ക്രൂരതയെന്ന് ഗൈനക്കോളജിസ്റ്റ് ബാലഗുഹനും നേരത്തെ പറഞ്ഞിരുന്നു. അനഘ ഹർഷൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനഘ, ഈ ഗൈനക്കോളജിസ്റ്റ് ഉൾപ്പെടെ നിരവധി പേരാണ് വൈദ്യശാസ്ത്ര രംഗത്ത് നിന്നും ആരോഗ്യ രംഗത്ത് നിന്നും ഒക്കെ ഈ വീട്ടിലെ പ്രസവങ്ങൾക്കെതിരായി പ്രതികരിച്ചിട്ടുള്ളത് എപ്പോഴും. എന്തായാലും ഈ ഒരു വിഷയത്തിലേക്ക് വീണ്ടും എത്തുകയാണെങ്കിൽ അക്യുഷ മലപ്പുറം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. ആരോഗ്യ വകുപ്പിന്റെ റിപ്പോർട്ടും സമാനമാണ്. കാരണം മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ വീട്ടിലെ പ്രസവങ്ങൾ നടക്കുന്നു എന്നതാണ്. അനു, തീർച്ചയായും ഏറ്റവും അധികം വീട്ടിലെ പ്രസവം നടക്കുന്നത് മലപ്പുറത്താണ്. അതിന്റെ വിവരാവകാശ രേഖകളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ആരോഗ്യ വകുപ്പും ഇത് സമ്മതിക്കുന്നുണ്ട്. ഏറ്റവും അധികം വീട്ടിലെ പ്രസവം നടക്കുന്നത് മലപ്പുറത്താണ് എന്നതാണ്. കഴിഞ്ഞ 3 മാസത്തിനിടെ 93 കേസുകളാണ് ഇത്തരത്തിൽ വീട്ടിൽ പ്രസവിച്ചതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനിടയിലാണ് അക്കുഷ് എന്ന് പറയുന്ന ഒരു സംഘടന, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. നേരത്തെ തന്നെ ഈ അക്കുഷ് എന്ന സംഘടനയെ കുറിച്ച് നമ്മൾ വാർത്ത കൊടുത്തതാണ്. വീട്ടിൽ പ്രസവിക്കുന്ന ഈ വനിതകളെ അവർക്ക് അവാർഡ് വിതരണം നൽകിക്കൊണ്ട് വീട്ടിലെ പ്രസവത്തിന് പ്രോത്സാഹനവും പിന്തുണയും നൽകുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാണ് അക്കുഷ്. ഈ കൂട്ടായ്മ പ്രധാനമായും പ്രവർത്തിക്കുന്നത് മലപ്പുറം കേന്ദ്രീകരിച്ചാണ് എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ അക്യുപഞ്ചർ സ്ഥാപന ഉടമയുമായി സംസാരിച്ചതിൽ നിന്നാണ് നമുക്ക് ഈ വിവരം ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇവർക്ക് അക്കുഷ് എന്ന് പറയുന്ന ഈ കൂട്ടായ്മയ്ക്ക് അക്കാദമിയുണ്ട്. ഇവരുടെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് വീട്ടിൽ പ്രസവിക്കുന്നവർക്ക് പിന്തുണയും പ്രോത്സാഹനവും നൽകുക എന്നതാണ്. പ്രത്യക്ഷത്തിൽ ഇങ്ങനെയാണെങ്കിൽ പോലും പരോക്ഷമായി ഈ കൂട്ടായ്മയ്ക്കകത്തുള്ളത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽ പെട്ടവരാണ് എന്നതാണ് പുറത്തു വരുന്ന വിവരം. അവരടങ്ങുന്നതാണ് ഈ കൂട്ടായ്മ. മാത്രമല്ല, ശരീഅത്തനുസരിച്ചുള്ള വീട്ടിലെ പ്രസവം, അതാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയം എന്നുകൂടി പുറത്തു വരുന്ന വിവരങ്ങളുണ്ട്. ഈ കോഴിക്കോട് നടക്കാവിലടക്കം ഈ അക്കുഷ് എന്ന് പറയുന്ന ഈ കൂട്ടായ്മയ്ക്ക് ചില ഓഫീസുകളുണ്ട്. വെള്ളിയും ശനിയും അടക്കമുള്ള ചില ദിവസങ്ങളിൽ മാത്രമാണ് ഇവർ പ്രവർത്തിക്കുന്നത്. വീട്ടിലെത്തി ഈ പ്രസവവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കുക, അതിന് നേതൃത്വം നൽകുക എന്നതൊക്കെ തന്നെയാണ് ഇവർ പറയുന്നത്. പക്ഷേ ആത്യന്തികമായി ഇവർ മുന്നോട്ട് വെക്കുന്നത് ഈ ശരീഅത്തനുസരിച്ചുള്ള പ്രസവമാണ്. അതിന് ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരെ മാത്രമാണ് എന്നതാണ്. മാത്രമല്ല, ഇവർ പ്രവർത്തിക്കുന്ന അക്കുഷ് എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ തന്നെ പുറത്തുവിട്ട ആ ഒരു വീഡിയോയിലൂടെയായിരുന്നു. ഈ വീട്ടിൽ പ്രസവിച്ച 10ഓളം സ്ത്രീകളെ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജില്ലകളിലുള്ള 10ഓളം സ്ത്രീകളെ വിളിച്ചു വരുത്തി അവർക്ക് അവാർഡ് വിതരണം ചെയ്യുന്നു. ധീരമായ ഒരു കാര്യമാണ് വനിതകൾ എന്ന നിലയിൽ നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവരോട് ആ പൊതുവേദിയിൽ വെച്ച് ഈ അക്കുഷ് കൂട്ടായ്മയിൽ ഉൾപ്പെട്ടവർ ആർജവത്തോടെ പറയുന്ന വീഡിയോ അവർ തന്നെയാണ് പുറത്തുവിട്ടത്. ഇത് വലിയ ചർച്ചയിലേക്കൊക്കെ തന്നെ പോയിട്ടുണ്ട്. പക്ഷേ ഈ അക്കുഷ് എന്ന കൂട്ടായ്മയെ കുറിച്ചൊക്കെ തന്നെ കൃത്യമായൊരു ധാരണ ആരോഗ്യ വകുപ്പിനും ആരോഗ്യ മന്ത്രിയുടെ ഓഫീസുമായിട്ടൊക്കെ തന്നെ ധരിപ്പിച്ചെങ്കിൽ പോലും ഇന്നീ നിമിഷം വരെ അതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയോ ഒരു അന്വേഷണമോ പരിശോധിക്കാം എന്നൊരു 2 വരിയിലേക്ക് മാത്രമാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടവർ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും മലപ്പുറത്ത് ഇപ്പോൾ വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് ഒരു മരണം പോലും റിപ്പോർട്ട് ചെയ്യുന്ന അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ സാഹചര്യം ഉണ്ടായിട്ട് പോലും അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ അക്കുഷ് എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് ഇതുവരെ ഒരു അന്വേഷണവും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും സങ്കടകരം. എന്തായാലും ഈ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കം ആർജവത്തോടെ പലപ്പോഴും പറയുന്നത് നമ്മൾ കേട്ടതാണ്, സാക്ഷര കേരളം, ആരോഗ്യരംഗത്ത് നമ്പർ 1 കേരളം എന്നൊക്കെ. അങ്ങനെ പറയുമ്പോൾ കൂടിയാണ്, അല്ലെങ്കിൽ അങ്ങനെയാണോ എന്ന് ചിന്തിപ്പിക്കുന്നതാണ് ഇപ്പോൾ സമീപകാലത്ത് വരുന്ന ഇത്തരം സംഭവങ്ങൾ. അനു, ശരി അനഘ.